ഇടുക്കി നെടുങ്കണ്ടത്തെ ആധുനിക ശ്മശാനത്തിന്റെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ്. മുൻപുണ്ടായിരുന്ന ഗ്യാസ് ക്രെമറ്റോറിയം പൊളിച്ചു നീക്കിയ ശേഷമാണ് ഇലക്ട്രിക് ശ്മശാനത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഇടുക്കി നെടുങ്കണ്ടത്ത് ഇലക്ട്രിക് ശ്മശാനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത്. 2 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. മുൻപുണ്ടായിരുന്ന ഗ്യാസ് ക്രിമിറ്റോറിയം പൊളിച്ചു നീക്കി അതേ ഭൂമിയിലാണ് പുതിയ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നിലവിൽ 1 വർഷത്തോളമായി നിർമ്മാണം മുടങ്ങിക്കിടക്കുകയാണ്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ LDF ഭരണസമിതി 2 മാസം കൊണ്ട് പ്രവർത്തനം ആരംഭിക്കും എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ വൈദ്യുത ശ്മശാനമാണ് ഈ പുറകിൽ കാണുന്നത്. ഇപ്പോൾ 1 വർഷമായിട്ടും ഇതിന്റെ പണി പൂർത്തീകരിക്കുവാൻ ഭരണസമിതിയെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഏകദേശം പകുതി പണി പോലും ഇതിന്റെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. നിലവിലുണ്ടായിരുന്ന ശ്മശാനം പൊളിച്ചു നീക്കിയിട്ടാണ് പകരം ഇവിടെ പുതിയത് വൈദ്യുത ശ്മശാനം പണിതുകൊണ്ടിരിക്കുന്നത്. 30 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി പ്രഖ്യാപിച്ചിരുന്നത്. നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ജനറേറ്റർ മഴയിൽ നശിക്കുകയാണ്. കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് ശ്മശാനം എന്ന് പ്രവർത്തന സജ്ജമാകും എന്ന് പഞ്ചായത്തും വ്യക്തമാക്കുന്നില്ല. ഭൂരഹിതരായവരും നാമമാത്രമായ ഭൂമിയുള്ളവരും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ മറ്റു പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ന്യൂസ് 18 ഇടുക്കി.